85 ലക്ഷം ഇ ചലാനുകൾ കെട്ടിക്കിടക്കുന്നു. ട്രാഫിക് പിഴയായി സർക്കാരിന് കിട്ടിയത് 1/3 മാത്രം. കഴിഞ്ഞ 3 വർഷത്തിന്റെ മോട്ടോർ വാഹന വകുപ്പ് ട്രാഫിക് നിയമലംഘനങ്ങൾക്കുള്ള ഇ ചലാൻ പിഴ ചുമത്തിയതിൽ സർക്കാരിന് പിരിഞ്ഞു കിട്ടിയത് 1/3 മാത്രം. പിഴത്തുകയുടെ 64%ത്തിലേറെയും കുടിശ്ശികയാണ്. 85,51,151 ചലാനുകൾ അയക്കാനായി സിസ്റ്റത്തിൽ കെട്ടിക്കിടക്കുന്നുണ്ട്. പിഴ ഈടാക്കിയതിനുള്ള സംവിധാനങ്ങൾ ഒട്ടും കാര്യക്ഷമമല്ലെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഡിജിറ്റലായി ചലാൻ തയ്യാറാക്കിയ ശേഷം തപാൽ വഴി നോട്ടീസ് അയക്കാൻ കഴിയാത്തതിനാലാണ് കുടിശ്ശിക കൂടിയത്. ജീവനക്കാരുടെ കുറവിനു പുറമെ കരാർ പ്രകാരം ചലാനുകൾ പ്രിന്റ് എടുത്ത് തപാൽ വഴി അയക്കാനുള്ള തുക അനുവദിക്കാത്തതും ചലാൻ കെട്ടിക്കിടക്കാൻ കാരണമായി. സ്ക്വാഡുകൾ സൃഷ്ടിക്കുന്ന ഈ ചലാനുകൾക്കുള്ള നോട്ടീസുകൾ തപാൽ വഴി അയക്കേണ്ടത് ഫീൽഡിൽ ജോലി ചെയ്യുന്ന അതത് MVIമാരോ AMVIമാരോ ആണ്. ഇവരുടെ ജോലിഭാരം പരിഗണിച്ച് നിലവിൽ ഇത്തരം ജോലികൾക്കായി മിനിസ്റ്റീരിയൽ വിഭാഗത്തിലെ ക്ലർക്കുമാരെ താൽക്കാലികമായി നിയോഗിച്ചിട്ടുണ്ട്. നോട്ടീസുകൾ കൃത്യമായി അയക്കാനാകാത്തതിനാൽ ഫോണുകളിൽ വരുന്ന SMS-ലൂടെ വേണം പിഴയെപ്പറ്റി വാഹന ഉടമ അറിയാൻ. ഇത്തരം സന്ദേശങ്ങൾ വാഹന ഉടമകളുടെ ശ്രദ്ധയിൽപ്പെടുന്നതിന് സാധ്യത കുറവാണെന്നതും പരിഗണിച്ച് വാട്സപ്പിലൂടെയുള്ള അയക്കുന്നതും ആലോചനയിലാണ്. കെൽട്രോൺ ഇതിനായി ശുപാർശ സമർപ്പിച്ചിട്ടുണ്ട്. മോട്ടോർ വാഹന വകുപ്പിന്റെ വാട്സപ്പ് അധിഷ്ഠിത സേവനങ്ങളെല്ലാം ഏകോപിപ്പിക്കുന്നതിനായി കേരള സ്റ്റേറ്റ് IT വിഷനും ശുപാർശ സമർപ്പിച്ചിട്ടുണ്ട്.